ജീവിത ചുറ്റുപാടിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ നിന്നും വേദനയോടെ പഠിച്ചെടുത്ത അവരുടേതായ ശരികളും ഉണ്ട്. മറ്റാർക്കും മനസ്സിലാവാത്ത, മറ്റാരും മനസ്സിലാക്കാത്ത അവരുടേത് മാത്രമായ ജീവിതാനുഭവത്തിൻ്റെ ചില യഥാർത്ഥ ശരികൾ. നമ്മൾ ഒരാളോട് നമ്മളുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതേ തോതിൽ എടുക്കാൻ അയാൾ അതേ തോതിൽ അനുഭവിക്കണം. നമ്മുടെയെല്ലാം ഏറ്റവും വലിയ പ്രചോദനം നമ്മൾ തന്നെയാണ്. കാരണം എത്രമാത്രം നമ്മൾ ശക്തരാണെന്ന് നമുക്കറിയില്ല. നേരിടാൻ നമ്മുടെ ആത്മധൈര്യം മാത്രമാണ് ഏക വഴി എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം വരെയും. താങ്ങി നിർത്തേണ്ടവർ തള്ളിപ്പറയുമ്പോൾ, തള്ളിക്കളയുമ്പോൾ തകർന്നു പോകരുത്. തളർന്നു വീണെടുത്തു നിന്നുമാണ് തല ഉയർത്തി നിന്നുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കേണ്ടത്. നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും വാശിയും നമുക്കെന്നും നഷ്ടമാണ്. ദേഷ്യത്താലും വാശിയാലും നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒരു നിമിഷത്തെ ആശ്വാസവും താൽക്കാലിക വിജയവും നൽകുമെങ്കിലും പിന്നീട് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോഴെങ്കിലും ഒരായുസ്സ് കാലം മുഴുവൻ വേദനിക്കാൻ കാരണമാകുന്നു. മാറുന്നത് ചുമരിലെ കലണ്ടറാകാം, പക്ഷേ തീരുന്നത് തിരിച്ചു കിട്ടാത്ത ആയുസ്സാണ്. അഴിഞ്ഞുതീരുന്ന ആസ്വാദനത്തിനുള്ള ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത്, അനുസരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ്. ജീവിത ചുറ്റുപാടിൽ ശബ്ദമില്ലാത്തവരുടെ വാക്കുകൾ ആകുമ്പോഴാണ്, കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകളാകുമ്പോഴാണ് ഓരോ ദിവസവും അർത്ഥപൂർണമാകുന്നത്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. നീ ജീവിക്കുക നിന്റെ രീതിയിൽ, മറ്റുള്ളവർ എന്തും പറയട്ടെ. നിന്റെ ജീവിതമാണ് നമ്മുടെ സ്വപ്നങ്ങൾ. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയൂ. അത് സ്വന്തമാക്കുന്നത് വരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. മൂർച്ചയും ആഴവും പരപ്പും അറിയണമെങ്കിൽ അവരവർ അനുഭവിക്കുന്നത് തന്നെ വേണം. അത് സങ്കടമായാലും സന്തോഷമായാലും. അറിയാതെ മൊഴിഞ്ഞ വാക്കുകളും അറിയാൻ വെമ്പുന്ന സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളങ്ങളുമാണ് പലപ്പോഴും ഒരുപാട് സ്നേഹിച്ചവരെ തമ്മിൽ അകറ്റുന്നത്. ചിലതും ചിലർക്ക് മടുക്കുവോളം ഉള്ളതാണ്, ചിലർക്കാണെങ്കിൽ മരിക്കുവോളം. എത്ര വലിയ തെറ്റുകളും നമുക്ക് തിരുത്താൻ ശ്രമിക്കാം, പക്ഷേ തെറ്റിദ്ധാരണ ചെറുതായാൽ പോലും അതൊരു പക്ഷേ തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. സ്വന്തം നില തെറ്റ് രീതിയിൽ ആരും ആരെയും സ്നേഹിക്കരുത്. ആദ്യം ഞാൻ, പിന്നെ ഉള്ളു മറ്റാരും എന്നായിരിക്കണം. ഇത് സെൽഫിഷ് അല്ല, ഇത് സെൽഫ് റെസ്പെക്റ്റ്. വിഷമിപ്പിച്ചാലും നമ്മൾ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകതരം സൈക്കോകളാണ് നമ്മളിൽ പലരും. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. മനസ്സൊരു കാന്തമാണ്, അതിനോടടുക്കുന്നതിനോട് അതും അടുക്കും. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടേത് മാത്രം എന്നു തോന്നുന്ന ചിലയിടങ്ങളുണ്ട്. എത്ര അകന്നാലും മനസ്സ് ആ യുഗങ്ങളിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കും. പരസ്പരം മനസ്സിലാക്കാത്ത ഒരാളെ എൻ്റെ സ്വന്തം എന്ന് അധികാരപ്പെടുത്തി പറയുന്നതൊക്കെ വെറും ക്ലീഷേ ഡയലോഗ് മാത്രമാണ്. ആരും ആരുടെയും സ്വന്തമല്ലെന്ന് മനസ്സിലാക്കുക. ജീവിതയാത്രയിൽ വർഷങ്ങളുടെ ദൗത്യമല്ല, പരസ്പരം മനസ്സിലാക്കുന്ന ഹൃദയങ്ങളാണ് ബന്ധങ്ങളുടെ അടുപ്പവും ഊഷ്മളതയും നിലനിർത്തുന്നത്. ചില സങ്കടങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, ചില വിങ്ങലുകളുണ്ട് പലർക്കും. പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയും അനുഭവിച്ചു മാത്രം തീർക്കേണ്ടവയും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെയോ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല, സമാധാനമാണ് ഏറ്റവും വലിയ വിജയം. പ്രണയം ഇത്രയും സ്വകാര്യമാക്കാൻ സ്ത്രീയെ കഴിഞ്ഞേ മറ്റൊരാൾ ഉള്ളൂ. ഉള്ളിലെത്ര നിറഞ്ഞാലും ഒരു തരിപ്പ് പോലും തുളുമ്പാതെ, ഒരാൾ പോലും അറിയാതെ ഒരു സ്വകാര്യ സ്വത്തായി അവർ അതിനെ കാത്തുവെക്കും. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ, മാണിക്യം കാക്കുന്ന നാഗത്തെ പോലെ. പ്രതീക്ഷകളൊക്കെ ഇല്ലാതാകുമ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മിലേക്ക് വന്ന് ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട്. ജീവിതം അങ്ങനെയാണ്, തേടിപ്പോകുന്നത് പലപ്പോഴും പലതും തന്ന് കടന്നു പോകും.
അതു മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്ന് വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. അതുകൊണ്ടല്ലേ ഈ കണ്ണുനീർ. എല്ലാ അധിക്ഷേപങ്ങളും പ്രതികരിച്ചു നടന്നാൽ സ്വയം വളരാൻ മറന്നുപോകും. അതിലൊന്നും വാടാതെ വീണു പോകാതെ തളിരിടണം. നിശബ്ദമായി പുതിയ നാമ്പുകളും വേരുകളും വളരണം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്നുകിൽ അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ മനസ്സ് തകർക്കപ്പെട്ടിരിക്കാം. കുടുംബം സ്വർഗമാണെങ്കിൽ അതിൽ വസിക്കുന്നവരും പരസ്പരം സഹകരിക്കണം. മാതാപിതാക്കൾക്ക് ആവോളം സ്നേഹം പകർന്നു കൊടുക്കാൻ മക്കൾക്ക് സാധിക്കണം. മരണപ്പെട്ടിട്ട് വിങ്ങിപ്പൊട്ടിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ പരിചരിക്കാൻ ശ്രമിക്കണം. ഒരാൾ വിശന്നിരിക്കുമ്പോഴാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്നേഹവും. വീടാണ് ഓരോരുത്തരുടെയും സ്വർഗം. അവിടെ സംസാരവും വിട്ടുവീഴ്ചയും അംഗീകാരവും പരിലാളനവും പരിചരണവും പരിഗണനയും കിട്ടില്ലെങ്കിൽ ചിലരുടെ നരകവും. വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളും ഉള്ള സ്ത്രീകൾ പൊതുവെ ഹാസ്യകാല ബന്ധങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്ന് പഠനങ്ങൾ പറയുന്നു. സ്വന്തം സമയവും സാധ്യതകളും സന്മനസ്സോടെ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതും മനുഷ്യത്വമാണ്. ആവശ്യനേരത്തെ ആത്മാർത്ഥമായി താങ്ങും തണലും ആയിരിക്കുന്നവർ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഒരിക്കലും നോക്കാറുമില്ല. സ്വയം ബലഹീനരായി തോന്നുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത നിൽക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. നെഞ്ചകത്തെ വേദനിപ്പിക്കാതെ പ്രതീക്ഷയും പ്രത്യാശയും തന്നെ കടന്നുപോകുന്ന മനുഷ്യർ ജീവിതാവസാനം വരെ നമ്മുടെ ഓളങ്ങളിൽ കൂടെയുണ്ടാകും. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്തു മുന്നോട്ടു പോവുക. അസത്യം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നു എങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണകളിലേക്ക് ചൂണ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിഷവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങളോ പരാതികളോ ചെറിയ തെറ്റുകളോ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഇവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. സത്യം മനസ്സിലായിട്ടും സത്യത്തെ കണ്ടിട്ടും കള്ളങ്ങൾ മാത്രം വിശ്വസിക്കുന്നവനാണ് വിഡ്ഢിയെന്ന് പഠനങ്ങൾ പറയുന്നു. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണെന്ന് മനസ്സിലാക്കുക. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിഷവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളവരോട് ഒന്നും തുറന്നു പറയാതിരിക്കുക. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. മറ്റൊരാളെ എറിയാൻ കയ്യിൽ കല്ല് സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.